അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഒരു 5 വയസ്സുകാരിയുടെ മരണം അറിയിക്കാനാണ് നമ്മൾ ഈ ചാനലിൽ കൂടി മരണവാർത്തകളാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാറ്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു മോൾക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും അവസ്ഥ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളുടെ ആ കുടുംബത്തിൽ ചെന്നാൽ അറിയാം അവരിന്ന് അനുഭവിക്കുന്ന വേദനകളും യാതനകളും. അവർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇന്നും ജീവിക്കുന്നത് പടച്ചറബിനെ ഭയന്നാണ്, അല്ലെങ്കിൽ എന്നേ ജീവൻ ഇല്ലാതാക്കിയനെ എന്ന്. നമുക്കൊന്നും ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ്, നമുക്കൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് നമ്മുടെ മക്കളുടെ മരണം. ഇന്ന് ചില മാതാപിതാക്കളുടെ മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ്. പടച്ചറബ് അവർക്കൊക്കെ ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും മനസ്സ് തൊട്ടറിഞ്ഞതാണ് നമ്മൾ. അവരുടെയൊക്കെ കുടുംബത്തിൻ്റെ വേദനയിൽ നമ്മൾ പങ്കുചേർന്നതാണ്. മക്കൾ മരണപ്പെട്ട് കാലങ്ങൾ ഒരുപാടായിട്ടും എൻ്റെ കുട്ടി മരണപ്പെട്ടു എന്നുള്ള ആ ഒരു സത്യം ഉൾക്കൊള്ളാനാവാതെ ഇന്നും ജീവിച്ചു പോകുന്ന എത്രയെത്ര മാതാപിതാക്കളുണ്ട്. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് മക്കളുടെ മരണം. പടച്ചറബ് നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് വേണ്ടി എന്നും 5 നേരവും ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ചറബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും അവർക്ക് വേണ്ടിയാണ്. പടച്ചറബ് അവരില്ലാത്ത ലോകത്ത് നമ്മളെ തനിച്ചാക്കാതിരിക്കട്ടെ. അവരില്ലാത്ത ജീവിതം നമുക്ക് തരാതിരിക്കട്ടെ. സഹിക്കാൻ പറ്റില്ല മക്കളെ, സഹിക്കാൻ പറ്റില്ല. അവരുടെ ആ വാക്ക് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അനുഭവിച്ചാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നലെ വരെ നമ്മുടെ വീട്ടിൽ കളിച്ചും ചിരിച്ചും നടന്ന മക്കൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ആ ഒരു സത്യം നമുക്കൊരിക്കലും ഉൾക്കൊള്ളാനാവില്ല. കാലങ്ങൾ ഒരുപാടായിട്ടും മക്കളുടെ ഓർമ്മകൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. മക്കളിട്ട ചെരുപ്പുകളും അവരുടെ വസ്ത്രങ്ങളും അവരുടെ ഗന്ധം അവരുടെ മുറിയിലുണ്ടെന്നും പറഞ്ഞ് ആ ഒരു ശ്വാസത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്ന മാതാപിതാക്കളെ കണ്ട് നെഞ്ചു പൊട്ടിയിട്ടുണ്ട് ഓരോ വെള്ളിയാഴ്ചയും. ബാപ്പ മക്കളുടെ ഖബറിനരികിൽ ചെന്ന് കുശലം പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ പടച്ചറബ്ബേ, ഇതുപോലൊരവസ്ഥ ഇനി ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു പൊന്നുമോളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. മരണപ്പെട്ടത് ഹനാ ഫാത്തിമ എന്ന 5 വയസ്സുകാരിയായ പൊന്നുമോളാണ്. ആ പൊന്നുമോള് പോയിരിക്കുന്നത് പടച്ചറബിലേക്കാണ്. ആ ഒരു സമാധാനം നമുക്കുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ പരിശുദ്ധിയോടെയാണ് നമ്മുടെ പൊന്നുമക്കൾ പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു സമാധാനം നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നമ്മുടെ ആരുടെയെങ്കിലും ദുആ കൊണ്ടെങ്കിലും ആ മാതാപിതാക്കൾക്ക് സമാധാനം ലഭിക്കട്ടെ. ഈ പൊന്നുമോള് മരണപ്പെട്ടിരിക്കുന്നത് തോട്ടിൽ വീണ് മരണപ്പെട്ടു. ആ വീടിന് ചുറ്റും കുസൃതികൾ കാണിച്ച് ഓടി നടന്ന പൊന്നുമോൾ അറിയാതെ തോട്ടിൽ വീണു പോവുകയാണ്. പടച്ചറബിൻ്റെ കല വേറെന്താ നമ്മൾ പറയാ. പടച്ചറബ്ബേ, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ തന്ന് നമ്മെ പരീക്ഷിക്കല്ലേ റബ്ബേ. നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ പരീക്ഷിക്കല്ലേ റബ്ബേ. എല്ലാം ഇന്ന് പരീക്ഷണങ്ങളാണ്. പടച്ചറബ്ബ് നല്ലത് തന്നും ചീത്ത തന്നും നമ്മളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണങ്ങളിൽ നിന്നും നമ്മൾ വിജയിക്കുക, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നരിക്കുനി കാരുകുളങ്ങര പുതുശ്ശേരി പാലം തോട്ടിൽ വീണാണ് ഈ 5 വയസ്സുകാരി മരണപ്പെട്ടു പോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പൊന്നുമോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉപ്പ പലയിടങ്ങളിലും ചെന്നു. മുട്ടാത്ത വാതിലുകളില്ലായിരുന്നു. ആ മനുഷ്യൻ ബേജാറോടെ വിറയലാടുന്ന കൈകളുമായി ആ കുഞ്ഞിനെയും കൊണ്ട് അവിടെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ പൊന്നുമോളെയും എടുത്ത് കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു. പക്ഷേ ആ പൊന്നുമോളുടെ മരണം പടച്ചറബ് നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു. ജീവൻ രക്ഷിക്കാനായില്ല, പടച്ചറബിലേക്ക് മടങ്ങി. ആ പാവം മനുഷ്യൻ ആ ഒരു നിമിഷം തളർന്നു പോയിരുന്നു. ഒരുപാട് പ്രാർത്ഥനകളായിരുന്നു. പക്ഷേ പടച്ചറബിൻ്റെ നിശ്ചയം, പടച്ചറബിൻ്റെ കലാ അതായിരുന്നു. അതിനെ നമുക്കൊരിക്കലും തടയിടാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. ഹനാ ഫാത്തിമ പഠിക്കുന്നത് മൂർക്കൻകുണ്ട് നെടിയനാട് GMLP സ്കൂളിൽ LKGയിലായിരുന്നു. മോളുടെ മരണവാർത്തയറിഞ്ഞ് അവിടെയുള്ള ടീച്ചേഴ്സൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എന്നും പുഞ്ചിരിക്കുന്ന കുസൃതികൾ കാണിക്കുന്ന പാവം മോളായിരുന്നു അത്രേ. ആ ഒരു കുസൃതി ആ പൊന്നുമോളുടെ ജീവനെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ടാവരുത് ആരുടെയും മരണം. കാവുംപുഴയിൽ വായപ്പുറത്ത് താമസിക്കുന്ന കോട്ടയോട് തായം വേലക്കണ്ടിയിൽ
റൌഫ് നബീന ദമ്പതികളുടെ പൊന്നുമോളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. പ്രിയപ്പെട്ടവരെ, ആ മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ആ പൊന്നുമോളുടെ വേർപാട് സഹിക്കാനുള്ള സഹനശക്തി പടച്ചറബ്ബ് നൽകുമാറാകട്ടെ. അതിനുവേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പടച്ചറബ്ബേ, ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട ഓരോ മാതാപിതാക്കളുടെയും അവസ്ഥ നമുക്കറിയാവുന്നതാണ്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ പൊന്നുമോളുടെ പൊന്നുപ്പാക്ക് പൊന്നുമ്മാക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റഹ്മത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. റബ്ബേ, നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുന്ന ഹനാ ഫാത്തിമ എന്ന പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ മാതാപിതാക്കളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന മക്കളിൽ ഈ മോളെ നീ ഉൾപ്പെടുത്തണേ റബ്ബേ. റബ്ബേ, ഈ പൊന്നുമോൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണമേ റബ്ബേ. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. മുത്ത് ഹബീബിൻ്റെ അരികിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഇതുപോലത്തെ അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. എല്ലാ മക്കളെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം നീ കൊടുക്കണേ റബ്ബേ. നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. നമ്മൾ അവർക്ക് വേണ്ടിയാണ് റബ്ബേ നമ്മൾ ജീവിക്കുന്നത് തന്നെ. അവരില്ലാത്ത ഈ ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കൾ മരണപ്പെട്ട് മാനസികാവസ്ഥ തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബേ. അവർക്ക് നീ ക്ഷമയും സമാധാനവും നീ നൽകണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.